നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോടെന്ന മധുര നഗരം ആര് കൊണ്ടുപോകും എന്നാണ് അറിയേണ്ടത്. ഈ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം തുടർച്ചയായി 3 തവണ MP ആയത് UDFിൻ്റെ MK രാഘവൻ മാത്രമാണ്. കോഴിക്കോട്ടുകാർക്ക് രാഘവേട്ടൻ. ഓരോ തവണ മത്സരിക്കുമ്പോഴും ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടാണ് രാഘവൻ്റെ ജൈത്രയാത്ര. നമ്മുടെ കൊല്ലത്ത് പ്രേമചന്ദ്രൻ്റെ അതേ രീതി തന്നെയാണ്. 4ാം തവണയും മത്സരത്തിനിറങ്ങുമ്പോൾ യാതൊരുവിധ ആശങ്കയും രാഘവനില്ല. അതേസമയം LDF ഇത്തവണ കളത്തിലിറക്കിയത് കോഴിക്കോടിൻ്റെ തുടിപ്പുകൾ അറിയാവുന്ന ഒരു വൻ മരത്തെയാണ്, എളമരം കരീമിനെയാണ്. LDFിനെയും UDFിനെയും കോഴിക്കോട്ടുകാർ വിജയിപ്പിച്ചിട്ടുണ്ട്. 2009 മുഹമ്മദ് റിയാസ്, നമ്മുടെ കാരണഭൂതൻ്റെ മരുമകൻ, ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് കരുതിയ മണ്ഡലത്തിൽ 838 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കഷ്ടിച്ചാണ് രാഘവൻ കടന്നുകൂടിയത്. അതുകൊണ്ട് അടിയൊഴുക്കുകൾക്ക് നല്ല സാധ്യതയുള്ള മണ്ഡലം കൂടിയാണ് കോഴിക്കോട്. രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഉയർത്തി പ്രചാരണം രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും അതിനായി എളമരം കരീമിന് വോട്ട് ചെയ്യണമെന്നുമാണ് LDFിൻ്റെ പ്രചാരണം. ഇത്തരത്തിലുള്ള ഈ വാക്കുകൾക്കൊന്നും ഈ LDFിൻ്റെ കയ്യിൽ കുറവൊന്നുമില്ലല്ലോ. കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും BJPയിലേക്ക് ചേക്കേറാൻ നിൽക്കുന്നവരാണെന്നും BJPയുടെ വർഗീയതയെ എതിർക്കാൻ കോൺഗ്രസ്സിന് സാധിക്കില്ലെന്നുമാണ് പ്രചാരണം. CPMന് സാധിക്കും, കാരണം വലിയ അംഗസംഖ്യയാണുള്ളത്. പ്രത്യേകിച്ച് ഏത് സമയവും സോണിയാഗാന്ധിയുടെ അടുക്കള നിരങ്ങി നടക്കുന്ന ദേഹണ്ണക്കാരനായ സീതാറാം യെച്ചൂരി അവിടെ ഉണ്ടല്ലോ. പിന്നെ ആരാ ഉള്ളത്? രാജ്യസഭയിൽ 2 പുങ്കവന്മാരുണ്ട്, ജോൺ ബ്രിട്ടാസും AA റഹീമും. പിന്നെ എന്ത് വേണം? ഇപ്പം പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനം കൂടി വന്നതോടെ LDF പ്രചാരണം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. മണ്ഡലത്തിൻ്റെ വികസനം എന്നതിനപ്പുറം രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് LDF ഉയർത്തിപ്പിടിക്കുന്നത്. കോഴിക്കോട്ടുകാർക്ക് അവിടെ അവർക്ക് വേണ്ടതായ കാര്യങ്ങളാണ്. രാജ്യത്തിൻ്റെ മൊത്തം കാര്യങ്ങൾ അവർ തലയിൽ ഏറ്റെടുത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. വികസനവും രാഷ്ട്രീയവും പറഞ്ഞാണ് UDFകാർ പ്രചാരണ രംഗത്ത് നിൽക്കുന്നത്. BJPയുടെ ഫാസിസത്തിനെതിരെ പോരാടാൻ കോൺഗ്രസ്സിന് മാത്രമേ സാധിക്കൂവെന്നും ഇന്ത്യ മുന്നണിയിൽ ചേരാൻ CPM തയ്യാറാകാത്തത് BJPയെ സഹായിക്കാനാണെന്നും UDF ആരോപിക്കുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൻ്റെ വികസനം എന്നതിനൊപ്പം രാജ്യം നേരിടുന്ന ഭീഷണികളും 2 മുന്നണികളും ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. കോഴിക്കോട് അതിവേഗം വളരുന്ന നഗരമാണ്. എന്നാൽ സൂക്ഷ്മമായി നോക്കിയാൽ പതിറ്റാണ്ടുകളായുള്ള പല ആവശ്യങ്ങൾ ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 എയിംസും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, പിന്നെ ബേപ്പൂർ തുറമുഖവുമാണ്. ഈ എയിംസ് മോദി സർക്കാർ ആദ്യം വന്നപ്പോൾ കേരളത്തിൽ ആവശ്യപ്പെട്ടതാണ് സ്ഥലം കൊടുക്കാനായിട്ട്. അന്ന് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. തിരുവനന്തപുരം ആയിരുന്നു പ്രധാനമായും കണ്ടുവച്ചിരുന്നത്. പക്ഷേ പിന്നീട് നമ്മുടെ കാരണഭൂതം കയറിക്കഴിഞ്ഞപ്പോൾ ഇതങ്ങ് കൊണ്ടുപോയി, കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. അവിടെ മതി എന്നുള്ള രീതിയിൽ. പിന്നെ ബേപ്പൂർ തുറമുഖം എത്ര കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. വിഴിഞ്ഞം തുറമുഖം അത് ഏതാണ്ട് പ്രാവർത്തികമാകുന്ന ഇപ്പോഴല്ലേ. പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? എയിംസിനായി കേന്ദ്രത്തിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നാണ് രാഘവൻ അറിയിച്ചത്. ഇതിനിടെ എയിംസ് പാലക്കാട്ടേക്ക് കൊണ്ടുപോകാനും നീക്കം നടത്തിയിരുന്നു. എന്നാൽ കേരളത്തിൽ എയിംസ് വരികയാണെങ്കിൽ അത് കോഴിക്കോട്ട് തന്നെ ആയിരിക്കുമെന്നാണ് രാഘവൻ പറയുന്നത്. മറ്റ് പല സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര എയിംസ് അനുവദിച്ചപ്പോൾ കേരളത്തിന് കിട്ടാതെ പോയത് സ്ഥലം MPയുടെ പിടിപ്പുകേടാണെന്നാണ് LDFിൻ്റെ ആരോപണം. കിനാലൂരിലാണ് എയിംസിനായി സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു കാലത്ത് ആഗോള നാവിക ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരുന്ന ഇടമാണ് ബേപ്പൂർ തുറമുഖം. പക്ഷേ കോഴിക്കോട് നഗരം വികസിച്ചതിനനുസരിച്ച് തുറമുഖമൊട്ട് വികസിച്ചില്ല. വിദേശത്ത് നിന്നടക്കം ഉരുക്കൾ വന്നിരുന്ന ഒരു കാലം ബേപ്പൂരിനുണ്ടായിരുന്നു. ഇപ്പോൾ ആഴ്ചയിൽ 2-3 ഉരു ലക്ഷദ്വീപിലേക്ക് പോയാലായി.
കേന്ദ്രത്തിൻ്റെ സഹായമില്ലാത്തതിനാലാണ് തുറമുഖ വികസനം സ്തംഭിച്ചതെന്നാണ് LDFിൻ്റെ ആരോപണം. എല്ലാം കേന്ദ്രത്തിൻ്റെ നെഞ്ചത്തോട്ട് വെച്ച് കൊടുക്കുന്നതിൽ നമ്മുടെ LDFുകാർ അതിസമർത്ഥരാണ്. കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ MK രാഘവൻ 2009 വിജയത്തിന് ശേഷം കോഴിക്കോട്ടുകാരുടെ രാഘവേട്ടനായി മാറി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിനൊപ്പം നിന്ന പല നിയോജക മണ്ഡലങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഘവനൊപ്പം നിൽക്കും. 2009 838 എന്ന നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച രാഘവന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഓരോ തവണയും ജനസമ്മതിയും ഭൂരിപക്ഷവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. രാഘവേട്ടൻ എന്ന് വിളിക്കുന്ന MK രാഘവനെ ആർക്കും സമീപിക്കാൻ സാധിക്കുമെന്നത് പരക്കെ അംഗീകരിക്കപ്പെടുന്ന കാര്യമാണ്. ഏത് പാതിരാത്രിയിലും രാഘവേട്ടനെ വിളിക്കാം എന്നൊരു തോന്നൽ ഇതിനകം ജനങ്ങൾക്കിടയിൽ ഉടലെടുത്തിട്ടുണ്ട്. CPMകാർ പോലും പലയിടത്തും തനിക്ക് അനുകൂലമാണെന്നാണ് രാഘവൻ പറയുന്നത്. നാടിനൊപ്പം നന്മയോടൊപ്പം കൂടെ ഉണ്ടാകും കൈവെടിയാതെ, ഇതാണ് രാഘവൻ്റെ പ്രചാരണ മുദ്രാവാക്യം. എളമരം കരീമിനെ കുറിച്ച് അറിയാമല്ലോ. കരുത്തോടെ കരിവിക്ക രാഘവേട്ടൻ അഭിസംബോധനയ്ക്ക് തടയിടാൻ കരുത്തോടെ കരിവിക്ക എന്നതാണ് LDFിൻ്റെ പ്രചാരണം. തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ കരുത്തനായ നേതാവ് എന്നൊക്കെയാണ് വിശേഷണം കൊടുത്തിരിക്കുന്നത്. അവർ തന്നെ വിശേഷിപ്പിക്കുന്നതാണ്. ശക്തനായ രാഘവനെ നേരിടാൻ എളമരം കരീം തന്നെയാണ് യോഗ്യനെന്ന് പാർട്ടി അങ്ങ് തീരുമാനിച്ചു. പിന്നെ മതനിരപേക്ഷ ഇന്ത്യക്കായി കോഴിക്കോടിൻ്റെ ശബ്ദം എന്നൊക്കെയാണ് LDF ഉയർത്തുന്ന മുദ്രാവാക്യം. മോദിയുടെ ഗ്യാരണ്ടിയുമായിട്ടാണ് MT രമേശ് കേന്ദ്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം നടത്തുന്നത്. മോദിയുടെ ഗ്യാരണ്ടിയാണ് ചർച്ചാ വിഷയമാകുന്നത്. ദേശീയപാത വികസനവും റെയിൽവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രചാരണ രംഗത്ത് നിൽക്കുന്നത്. കോഴിക്കോട്ടുകാർക്ക് MT രമേശ് സുപരിചിതനാണ്. കരുത്തരായ രാഘവനോടും എളമരം കരീമിനോടും ഏറ്റുമുട്ടാൻ BJPക്ക് കോഴിക്കോട് നിർത്താവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് MT രമേശ്.